Okay, bye guys. Happy journey. Okay. അങ്ങനെ നമ്മൾ വാരണാസിയിൽ നിന്ന് ജമ്മുവിലെത്തി. ജമ്മുവിൽ നിന്ന് ഇനി നമുക്ക് പോകേണ്ടത് ശ്രീനഗറാണ് കാശ്മീരിലെ ടൂറിസ്റ്റ് ഏരിയയിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ ശ്രീനഗറിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ഇല്ല, ഓൺലി റോഡ് വഴിയേ പോകാൻ പറ്റൂ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് വഴിയേ പോകാൻ പറ്റൂ. ഒരു 8-9 മണിക്കൂറുണ്ട് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക്. അപ്പോൾ ഞാൻ ഫ്ലൈറ്റ് ഓപ്ഷനാണ് എടുത്തത്. എനിക്ക് ഓൺ റോഡ് ഒട്ടും പറ്റില്ല. എനിക്ക് 2 മണിക്കൂർ പോലും റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. ഓൺലി ട്രെയിൻ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിതാ ഫ്ലൈറ്റ് എടുത്തു. അവർ ബസ്സിലോ ടാക്സിയോ പിടിച്ച് ശ്രീനഗർ എത്തു. അവിടെ നമ്മൾ ജോയിൻ ചെയ്യും. ഫ്ലൈറ്റിന് മുന്നേ ഞാൻ ഭക്ഷണം കഴിച്ചു. എയർപോർട്ടിലെ ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കുറേ സമയം ഹോൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ എയർപോർട്ടിലെത്തി ജമ്മുവിലേക്ക് പോവാണ്. ഇവിടെ ഫുൾ ആൾക്കാരാണ്, സംസാരിക്കാൻ പറ്റുന്നില്ല. ശ്രീനഗർ എത്തി. കാലിൽ നല്ല പരിപ്പ് പോയിട്ടുണ്ട് കാലിൻ്റെ. പക്ഷെ അവിടുന്ന് ടാക്സി എടുത്തിട്ട് വരുന്നത് അത്ര നല്ല സേഫല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നടന്നത്. ഇപ്പോൾ സമയം ഇവിടെ 3 മണിയാണ്. 3 മണിക്ക് ഭയങ്കര തണുപ്പാണ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. ഇതാണ് അവസ്ഥ. നടന്ന് എത്തുന്നില്ല. ഉണ്ടാകാം വർത്താനം പറയാൻ പറ്റുന്നില്ല. അമ്മേ, ഞാൻ ഫോൺ വെക്കട്ടെ കൈ കടയിൽ. മറ്റേ വീഡിയോ മറ്റേ വീഡിയോ അത് ട്രെയിനിൽ പറഞ്ഞ വീഡിയോ ആക്റ്റീവ് എല്ലാം ഉണ്ടാണ്. ഇളക്കി കുറച്ച് നോക്കണേ. ഇവിടെ ഉള്ളിൽ വെക്കാതെ ഇത് സെക്കൻഡ് ഡേ ആണ്. അന്ന് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം റൂമിലെത്തിയതിന് ശേഷം ഡെഡായിരുന്നു. ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചത്തുന്ന് തന്നെ പറയാറുണ്ട്. അന്ന് ആക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസം മോർണിംഗും ഞാൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല. ബട്ട് നമ്മൾ ട്രിപ്പ് വന്നതല്ലേ, റൂമിൽ തന്നെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് ശ്രീനഗറിൽ സൈറ്റ് സീയിങ് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്, എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഡേ തന്നെ മഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മഞ്ഞിലായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ എക്സ്ട്രീം ലെവൽ ഓഫ് തണുപ്പുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ മഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അതങ്ങ് കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ എനർജി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, ബാക്കിയൊന്നും മഞ്ഞിലാണല്ലോ ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത്. അതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ എത്തിയതിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ മഞ്ഞ് കാണാൻ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലായി അങ്ങനെ ചെയ്യരുത്, അത് വെടിത്തരാമെന്ന്. നമ്മൾ അവിടെ എത്തി ആദ്യം കുറച്ച് അവിടുത്തെ തണുപ്പ് ഇതാക്കിയിട്ട് പിന്നെ എക്സ്ട്രീം ലെവലിലേക്ക് പോകാൻ പാടുള്ളൂ. ഫസ്റ്റ് തന്നെ ആരോഗ്യം നഷ്ടപ്പെടുമല്ലോ എന്ന് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ മഞ്ഞിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്. ആദ്യം കുറച്ച് തണുപ്പ് സഹിക്കുക, പിന്നെ തണുപ്പ് കൂട്ടുക, അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടിയേ കൊണ്ടുവരാൻ പാടുള്ളൂ. ഫസ്റ്റ് തന്നെ ഏറ്റവും മോസ്റ്റ് ടെമ്പറേച്ചറിൽ പോയി വരാനാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ശ്രീനഗറാണ് കറങ്ങിയത്. എന്നിട്ട് അവിടുത്തെ തണുപ്പ് നമ്മളുമായിട്ട് അഡാപ്റ്റ് ആയതിനു ശേഷമാണ് പിന്നെ അടുത്ത എക്സ്ട്രീം ലെവൽ അറിയാലോ. സോൻമർഗിലും ഗുൽമർഗിലാണ് മഞ്ഞുള്ളത്. അപ്പോൾ അവിടെ ഈ ശ്രീനഗറിനെക്കാട്ടും കൂടുതൽ തണുപ്പായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ശ്രീനഗറിൽ അഡോപ്റ്റ് ആയതിന് ശേഷമാണ് പോകേണ്ടത്. ശ്രീനഗറിലെ പോലും തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റില്ല, അതാണ് അവസ്ഥ. പിന്നെയാണ് മഞ്ഞ്. ശ്രീനഗറിൽ തന്നെ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നതിലും അപ്പുറമാണ് തണുപ്പ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല, നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിലും ഇരട്ടി. നമ്മൾ കേരളത്തിലുള്ളവർക്കൊന്നും എനിക്കറിയില്ല എങ്ങനെയാണ് ഈ മഞ്ഞിൽ നിന്ന് ഇത്രയും ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഇവരെങ്ങനെ എടുക്കുന്നത് എനിക്കറിയില്ല. റിയൽ വേഴ്സസ് റിയാലിറ്റിയാണ് ഗൈസ് സത്യം പറഞ്ഞാൽ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷിക്കാര റൈഡിന് ശേഷം ഷാലിമാർ ഗാർഡനിലാണ് പോയത്, ശ്രീനഗറിലുള്ള. അവിടെ പോയി ഈ കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഗാർഡനിൽ ഫ്ലവേഴ്സൊന്നും ഇല്ല കേട്ടോ, തണുപ്പായതുകൊണ്ട് എല്ലാം കൊഴിഞ്ഞു പോയി.
ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഗാർഡൻ ആയിരുന്നു. വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഫോട്ടോസ് വീഡിയോസ് എടുക്കാനാണ് മെയിനായിട്ട് പോയത്. അവിടെ ഒരുപാട് ഡ്രസ്സുകൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതവിടെ പോയി ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. തണുത്ത് വിറക്കുവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത്, അല്ലാതെ എൻജോയ് ചെയ്തിട്ടല്ല. സാധാരണ നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ചൂടാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി എൻജോയ് ചെയ്തിട്ടല്ലേ ഫോട്ടോസ് എടുക്കുക. ഇത് ഫോട്ടോസ് എടുക്കണമല്ലോ എന്ന് വെച്ച് തണുത്ത് വിറച്ചിട്ടാണ് ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടെ ഒരു കാശ്മീരി സ്പെഷ്യൽ ഒരു കുക്കീസ് കണ്ടു, കോക്കനറ്റും ഒക്കെ ഇട്ടിട്ടുള്ളത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മാഗിയാണ് കഴിച്ചത്. കാശ്മീരിലെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്. കാശ്മീരിലെ സ്ഥലം ഭയങ്കര വൃത്തിയുള്ള സ്ഥലമാണ് കേരളത്തിനേക്കാൾ. കാരണം നല്ല വൃത്തിയാണ്, നല്ല ഫുഡാണ്. അധികം വെജിറ്റേറിയൻ ആണ് ഉള്ളത്, നോണും ഉണ്ട്. പക്ഷേ എൻ്റെയൊക്കെ ടേസ്റ്റ് ബഡൊക്കെ അടിച്ച് പോയി. എത്രയോ ദിവസം മുന്നേ എൻ്റെയൊക്കെ ടേസ്റ്റ് ബഡൊക്കെ അടിച്ച് പോയത് കൊണ്ട് എനിക്ക് നോൺ വെജ് തന്നാലും വെജ് തന്നാലും ഇനി ഭക്ഷണം തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. എനിക്ക് ടേസ്റ്റ് ബഡ് തിരിച്ചിട്ടത് ഡൽഹിയിലെത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഞാനങ്ങനെ ഫുഡിന് വലിയ പ്രിഫറൻസ് ഒന്നും കൊടുത്തില്ല. തിന്നാ അങ്ങനെയുള്ള രീതിയിലായിരുന്നു. പറയൂ ഞാനൊരു കാര്യം പറയട്ടെ, ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. എത്ര സ്ട്രഗിൾ ചെയ്തിട്ട് എടുക്കുന്നത് അറിയാവോ? മനുഷ്യൻ്റെ കാറ്റും പരിപ്പും ഇളകിയിട്ട് ഓരോ ഫോട്ടോ എടുക്കുന്നത് ഒരു മെമ്മറി അല്ലേ 60 വയസ്സിൽ. അത് കഴിഞ്ഞ് ഹസാരത് ബാൽ എന്ന് പറഞ്ഞൊരു പള്ളിയിൽ പോയി. മറ്റേ സീതാരാമയണം എന്ന് പറഞ്ഞ സിനിമയിലെ ആ സിനിമയിലൊക്കെ കാണുന്നില്ലേ ഇങ്ങനെ മറ്റേ പീജിയൻസൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലം, അവിടെ ഫോട്ടോസ് എടുക്കാൻ പോയതാണ്. നോക്കുമ്പോൾ മൂഞ്ചി പോയി. കാരണം ആ സ്ഥലത്ത് ഫുൾ ആൾക്കാർ, ഫോട്ടോസ് എടുക്കാൻ ഒരു സെക്ഷൻ, ഒരു ഏരിയ പോലും ഇല്ല. അതുകൊണ്ട് അവിടെ നിന്ന് ജസ്റ്റ് വേഗം കണ്ട് വേഗം ഇറങ്ങി. ഡേ 1 3 സ്ഥലത്തേ പോയിട്ടുള്ളൂ. 3 സ്ഥലത്ത് പോയപ്പോൾ തന്നെ കണ്ടല്ലോ എൻ്റെ കോലം ഇങ്ങനെ മാറി മാറി വരുവാണ്. ഞാൻ ചാവാൻ പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, മതി ഇന്നിത്ര മതി, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരും കുറച്ച് ചത്തിട്ട് തന്നെയാണുള്ളത്, പക്ഷെ എൻ്റെ അത്ര ഇല്ല ഗൈസ്. എനിക്ക് ഇങ്ങോട്ട് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. വയ്യാണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ വയ്യാണ്ടായി. ഞാൻ ഇതുവരെ ട്രിപ്പ് പോയതിൽ ഇത്രയും ക്ഷീണിച്ചൊരു ട്രിപ്പില്ല. അങ്ങനെ ഡേ 2 ആയി. ഇന്നാണ് നമ്മൾ മഞ്ഞ് കാണാൻ പോകുന്നത്. ഇന്നലത്തേക്കാൾ ഹെൽത്ത് കണ്ടീഷനിൽ നിന്ന് ഇത്തിരി ഒരു പൊടിക്ക് കുറച്ച് നന്നായിരുന്നു. നമ്മൾ അഡോപ്റ്റ് ചെയ്ത് വരുവാണ് ആ ക്ലൈമറ്റും പിന്നെ എൻ്റെ അസുഖങ്ങളും എല്ലാം ഞാനൊന്ന് പാച്ചപ്പ് ചെയ്ത് വരുന്നതാണെന്ന് തോന്നുന്നു. ഇന്നലെ ഒട്ടും വയ്യായിരുന്നു, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇന്നാണ് മഞ്ഞ് കാണാൻ പോകുന്നത്. ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി സിറ്റുവേഷൻ കുറച്ചുകൂടി ബെറ്ററായി വന്നു. ദെൻ നമ്മൾ സോൺമർഗിലാണ് പോയത്. 2 സ്ഥലത്താണ് കാശ്മീരിൽ മഞ്ഞുള്ളത്, ഒന്ന് ഗുൽമർഗ് ഒന്ന് സോൺമർഗ്. രണ്ടും 2 സ്ഥലത്താണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒന്ന് കാസർഗോഡും ഒന്ന് കോഴിക്കോട് പോലെയാണ് ഗുൽമർഗും സോൺമർഗും, രണ്ടും 2 അറ്റത്താണ്. അപ്പോൾ ഗുൽമർഗിലേക്ക് മഞ്ഞിൽ എത്താനുള്ള വഴി എന്ന് വെച്ചാൽ കേബിൾ കാറാണ്. സോൺമർഗിലേക്ക് നമുക്ക് നടന്നും പോവാം, പിന്നെ കുതിര എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഗുൽമർഗായിരുന്നു പ്രിഫർ ചെയ്തത്. ഗുൽമർഗിൽ കേബിൾ കാർ നമുക്ക് കിട്ടിയില്ല. കേബിൾ കാർ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഗുൽമർഗിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് അവിടുന്ന് കുറേ പേര് ഒപ്പിച്ച് തരാമെന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ എത്രത്തോളം വിശ്വസിക്കും അതിനെയൊക്കെ. അതുകൊണ്ട് അതിൻ്റെ റിസ്കിലൊന്നും നിൽക്കാതെ സോൺമർഗിലേക്ക് പോയി. സോൺമർഗിൽ കുതിര സവാരി എടുത്തിട്ടാണ് പോയത്. 3-4 കിലോമീറ്റർ കയറണം. കുതിര ഇടക്കിടക്ക് വീഴും, നമ്മളിടക്കിടക്ക് വീഴും. ഭയങ്കര അതിസാഹസികമായിട്ടുള്ളൊരു റൈഡായിരുന്നു. ഫോണൊന്നും കീശയിൽ വെച്ചത് കൊണ്ട് ഒന്നിൻ്റെയും വിഷ്വൽസ് ഇല്ല. പക്ഷേങ്കിൽ കുതിര ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഒരു 3-4 തവണ ഞാനും അമൃതൊക്കെ വീണു. കുതിര നമ്മളെയും കൊണ്ട് പോവുമല്ലേ, അപ്പോൾ കുതിര വീഴും, നമ്മൾ വീഴും, കുതിര സ്ലിപ്പാവും, അപ്പോൾ നമ്മൾ പേടിച്ചു പോകും. അങ്ങനെയൊക്കെയായിരുന്നു. അവസാനം നമ്മൾ മഞ്ഞിലെത്തി ഗൈസ്. മഞ്ഞിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചുറ്റും മഞ്ഞ്, നമ്മൾ വേറെ ഏതൊരു ലോകത്തെത്തിയ പോലെ. എന്താ പറയുക, നമ്മൾ കാർട്ടൂണിലൊക്കെ കാണുന്ന നമ്മൾ അങ്ങനെ ഒരു ഡിസ്നി ലാൻഡിലൊക്കെ എത്തിയ പോലെയായിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കാശ്മീരിലെ ഏറ്റവും ഹൈലൈറ്റ് മഞ്ഞ് തന്നെയാണ്. മഞ്ഞിനെ കൊണ്ടൊക്കെ ഒരുപാട് കളിച്ചു, കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു, മാഗി കഴിച്ചു, കാശ്മീരി കാവ കഴിച്ചു. പിന്നെന്താ ഒരുപാട് സമയം മഞ്ഞിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിച്ചു. അങ്ങനെ മഞ്ഞിലൊക്കെ ഒരുപാട് സമയം കളിച്ചു. തണുപ്പിൻ്റെ ആഘാതം കൂടിക്കൂടി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി നമുക്ക് നാളെയും കൂടി കാശ്മീർ കറങ്ങേണ്ടതാണെന്നുള്ളൊരു ബോധവും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ നേരെ തിരിച്ചു. ഓക്കെ, അപ്പം നമ്മുടെ കൂടെ ഉള്ളത് ജാവേദ് ഭായി ആണ്. നമ്മുടെ ട്രിപ്പിൻ്റെ ഫുൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ജാവേദ് ഭായി ആണ്. അപ്പോൾ ജാവേദ് ഭായിനെ കൂടെ നമുക്ക് മലയാളം പറയിപ്പിക്കാം. ജാവേദ് ഭായി മലയാളത്തിൽ സംസാരിക്കൂ.
बोलो बोलो സുഖമാണോ 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 another word കുതിര okay next കൈജി ബസ് क्या मालूम बस ഇतना വേറെന്ന് പറയുമ്പോ കണ്ണൂരിനെ പറ്റി 600 ഓക്കെ then what else നമ്മളെ കണ്ണൂരിനെ പറ്റി എന്തൊക്കെ പറയിപ്പിക്കണ कहां गया ये ओके वीडियो ഓക്കെ ओके जय दिखा സെറ്റ് कश्मीर दोबारा लिरिक्स नहीं जानता ചൂടുണ്ടേ ഗൈസ് ഇത് കണ്ടോ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തീ കൂട്ടിയിട്ട് മറ്റേ നമ്മളെന്താ പറയാ വിറകിട്ടിട്ട് പൂട്ടു എന്നാൽ ഇതിനുള്ളിൽ തീ ഉണ്ടാവും ഇതിൽ നിന്ന് ഇങ്ങനെ ഇതായിട്ട് സാധനം ഭയങ്കര എഫക്റ്റീവാണ് അല്ലാണ്ട് റൂം ഹീറ്റർ ഒന്നുമില്ല ലോട്ട ഈ സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ നാട് തന്നെയായി ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഫീലാ റൂം ഹീറ്ററുള്ള ഒരു എന്താ പറയാ ഒരു ഏവറേജിൽ മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ പിന്നെ ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഹോട്ടൽ ഐ ജസ്റ്റ് ലവ് ദിസ് പ്ലേസ് ബിക്കോസ് ഓഫ് ദിസ് ഫുഡ് കഴിക്കട്ടെ ആരോഗ്യം ഉണ്ടെങ്കിൽ ഫുഡിന്റെ വീഡിയോ കാണിച്ചു തരാം ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം പക്ഷെ ഇത് സ്റ്റഫ് ചെയ്ത് വെക്കണ്ടേ ആദ്യമേ വീഡിയോ അതാ ആക്കിയിട്ടാറ്റം വെച്ചിട്ട് അപ്പോൾ തണുത്തു പോകും ശരിയാ റൈസ് ഇതാണ് ആലു പറാത്ത ഉള്ളിൽ ആലു സ്റ്റഫ് ചെയ്തിട്ടില്ല അതുപോലെ പനീർ ഗോബി എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ സ്റ്റഫ് ചെയ്യും എനിക്ക് കുറച്ചുകൂടെ ആലു ആണ് ഇഷ്ടം പിന്നെ ഇത് വെജിറ്റബിൾ കറി അത് സാധാ റൊട്ടി ഇതാണ് എല്ലാ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് വ്ളോഗ് എടുക്കുന്നത് എല്ലാ ദിവസവും ഇത് തന്നെയാണ് കഴിക്കുന്നത് പിന്നെ ഒരു ദിവസം മാത്രമാണ് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്തത് അതിൻ്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവണം അല്ലെ കാണും അപ്പോൾ കഴിക്കട്ടെ ദെൻ ഡേ 3 ആയി ഡേ 3യിൽ നമ്മൾ പോയത് ഗുൽമർഗാണ് ഗുൽമർഗ് കേബിൾ കാറിൻ്റെ ആ സ്ഥലം വരെ വെറുതെ ജസ്റ്റ് പോയി സൈറ്റ് സീനിങ് കണ്ടായിരുന്നു കേബിൾ കാറിൽ കയറിയിട്ടില്ല കാരണം ഇന്നലെ സോൺമർഗ് പോയി മഞ്ഞ് കണ്ടതാണല്ലോ അതേ സാധനം തന്നെ ഡിക്റ്റോ ആണ് ഇപ്പുറത്തുള്ളത് അതുകൊണ്ട് പോയില്ല പിന്നെ ഡ്രങ്ക് വാട്ടർഫാൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി ആ പോകുന്ന വഴികളാണിത് കാശ്മീർ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്നറിയോ എനിക്ക് പറയാൻ വാക്കുകളില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ് ആകെ അവിടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയ ആ ക്ലൈമറ്റാണ് ആ ക്ലൈമറ്റും കൂടി അങ്ങ് മാറി കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും നല്ലൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല നല്ല ഐസ് കട്ടയായിട്ടുള്ള വെള്ളച്ചാട്ടം അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാശ്മീരിയിലെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഞാനിവിടുന്ന് ആപ്പിളിൻ്റെ ജാം വാങ്ങിച്ചു ചട്നി വാങ്ങിച്ചു പിക്കിൾ ദെൻ കാശ്മീരി ചെറി കാശ്മീരി ചില്ലി പൗഡർ അതൊക്കെ വാങ്ങിച്ചു കാശ്മീരി പുലാവ് തട്ടില്ല പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മൾ ഫുഡൊക്കെ എവിടെ നിന്നാണ് കഴിച്ചത് നമ്മളധികവും സൊമാറ്റോയിൽ പിസ്സ ഹട്ട് KFC അങ്ങനെയൊക്കെ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് എസ്പെഷ്യലി ട്രെയിനിൽ നിന്ന് ട്രെയിനിലെ ഫുഡായിരുന്നു ഏറ്റവും കൂടുതൽ മോശം അറിയാലോ അപ്പോൾ നമ്മളെപ്പോഴും സൊമാറ്റോയിൽ കയറി ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സിൽ നിന്ന് തന്നെയായിരുന്നു ഫുഡ് കഴിച്ചത് വേറെ ട്രെയിനിലെ ഫുഡും അലമ്പോ ഒന്നും കഴിക്കാൻ തോന്നിയില്ല ഹേ ഗൈസ് കുറച്ച് ആക്റ്റീവായ പോലെ തോന്നില്ലേ വേറെ ഒന്നുമില്ല ഡൽഹിയിലെത്തി ഞാൻ കുറച്ച് എനർജി വെച്ചിട്ട് നമ്മൾ മുന്നേറിയിട്ടുണ്ട് ഇനി ഞങ്ങളുള്ളത് ഡൽഹിയിലാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ പോവാണ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പിന്നെ അവിടെ വെച്ച് കാണാം ചാന്ദിനി ചോക്കിലൂടെ നടക്കുകയാണ് കുറച്ച് ഷോപ്പിങ്സിന് ഇറങ്ങിയതാണ് ചാന്ദിനി ചോക്കിൽ നിന്ന് വീട്ടിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഫുഡിൻ്റെ വ്ളോഗ് വേറെ തന്നെ ഇടുന്നുണ്ട് ഡൽഹിയിലെ
സ്ട്രീറ്റിൽ നിന്ന് കഴിച്ച ഫുഡ് ഐറ്റംസിൻ്റെ വേറെ തന്നെ വ്ളോഗുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണാം. നിങ്ങൾക്ക് ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ടും പോകാൻ പറ്റുന്ന കുറച്ച് പ്ലേസുകളാണ് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പോയി കാണുക. പിന്നെ ഡൽഹിയിലെ റെഡ് ഫോർട്ടിലൊന്ന് പോയി. റെഡ് ഫോർട്ട് ഈ ചാന്ദിനി ചോക്കിൻ്റെ തന്നെ അടുത്താണ്. അപ്പോൾ റെഡ് ഫോർട്ടിൽ പോയി അതൊന്നൊക്കെ കണ്ടു. അതിൻ്റെ ഇപ്പുറത്തെന്ന് വെച്ചാൽ മറ്റേ ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. റെഡ് ഫോർട്ട് ഒന്ന് കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫെസ്റ്റിലേക്ക് പോയി അവിടെ നിന്ന് മറ്റേ സംഭവമില്ലേ, തീയുന്ന സംഭവം, നമ്മുടെ നാട്ടിലെ സെയിം സാധനം തന്നെ, പക്ഷേ എനിക്ക് കണ്ടപ്പോൾ നമുക്ക് കയറാനൊരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ അവിടെ കയറി കുറച്ച് സമയം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഡിന്നർ കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. നല്ല ഒരു ഫൈൻ റെസ്റ്റോറൻറ്റിൽ പോയി അവിടുന്ന് പാസ്ത, ബർഗർ, തന്തൂരി റൊട്ടി, അങ്ങനെ ലൈക്ക് കുറച്ച് ഐറ്റംസ് കഴിച്ചു. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ഐസ്ക്രീം ട്രെയിനിൽ നല്ല ടേസ്റ്റ് ഇല്ല, പക്ഷെങ്കിൽ ഐസ്ക്രീം ഇതൊക്കെ നമ്മുടെ ഫുഡാണ്. KFC ഓർഡർ ചെയ്താണ്. ആ സോസല്ലേ ഇത്. സോസ് ഇതാണ് ഇഷ്ടം പോലെ. അങ്ങനെ നമ്മള് വടാപ്പാവ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എനിക്ക് വടാപ്പാവ്, പാവ് ബജി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോഹ, ഈ സാധനങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല. പക്ഷെ ഒരു എന്തോ ടേസ്റ്റ് ബഡ് അത്ര പിടിക്കാറില്ല. പക്ഷെ ഈ ഷമ്മിയും കണ്ണെല്ലാം പറയുന്ന വടാപ്പാവ് അടിപൊളി സാധനമാണ്. നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, മറിച്ചതാണെന്ന് മറ്റേതാണെന്നല്ല മറ്റേതിനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബ്രെഡ് ഓംലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. സോ ഞാൻ വടാപ്പാവ് ട്രൈ ചെയ്യാണ്. ഞാൻ പൗച്ചിലെ പിന്നെ നേരെ നാട്ടിലേക്ക് പിടിച്ചു. അത്രയേ ഉള്ളൂ. വ്ളോഗ് ഇവിടെ അവസാനിപ്പിച്ചു ഞാൻ. ഇത്രയേ ഉള്ളൂ. ബൈ. ഓക്കെ.